കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ചാണ്. പ്രത്യേകിച്ച് മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതായ മനുഷ്യർക്ക് ദൈവം നൽകുന്നതായ പുതിയ ആകാശവും പുതിയ ഭൂമിയെയും കുറിച്ച്. മരണം നീങ്ങി മനുഷ്യന് നിത്യജീവൻ വന്നിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. ഇന്ന് ആ നിത്യജീവൻ ലഭിക്കുന്നതായ മനുഷ്യർക്ക് ലഭിക്കാൻ പോകുന്നതായ സ്വർഗീയ ഭൂമി, സ്വർഗീയ ഭവനം, അത് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. വേദപുസ്തകം, വെളിപ്പാട് പുസ്തകം ഏറ്റവും വ്യക്തമായി മറ്റേത് പുസ്തകങ്ങളെക്കാൾ ഏറെ നന്നായിട്ട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവും അതിനുശേഷം സംഭവിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് പുതിയ ആകാശവും പുതിയ ഭൂമിയെയും കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നതായ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതിൻ്റെ അവസാനത്തെ 2 അധ്യായങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനോടുകൂടെ ചേരുന്നതായ മനുഷ്യർക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്നതായ ഒരു പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങൾ പാപമില്ലാതെ മനുഷ്യനെ ഭൂമിയിൽ എപ്രകാരം സൃഷ്ടിച്ചുവെന്ന് വിവരിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം വേദപുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം, അതിൻ്റെ ഏറ്റവും അവസാനത്തെ 2 അധ്യായങ്ങൾ ഈ പാപമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യനെ, അവൻ്റെ പാപത്തെ നീക്കി എപ്രകാരം വീണ്ടും അവനെ പുനഃസ്ഥാപിക്കുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഈ പുനഃസ്ഥാപിക്കപ്പെടുന്നതായ ഈ പുതിയ ഭൂമിയും പുതിയ ആകാശത്തെയും കുറിച്ച് വെളിപ്പാട് പുസ്തകം 21-22 അധ്യായങ്ങളിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നു. 21-ാം അധ്യായം ആരംഭിക്കുന്നത് പ്രകാരമാണ്: ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നതായ ഒരു വാക്യമാണ് ഈ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇവിടെ പറയുന്നത് ആരോ പുതിയ ഭൂമിയും ആകാശവും കണ്ടു എന്നല്ല. വെളിപ്പാടുകാരനായ യോഹന്നാൻ പറയുകയാണ്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. യോഹന്നാന് വളരെ ദൃഢനിശ്ചയമുണ്ടായിരുന്നു. ഇതാ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണും. യോഹന്നാൻ തൻ്റെ ദർശനത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഇന്ന് അപ്രകാരമുള്ളതായ ഒരവസ്ഥയിൽ എനിക്ക് കർത്താവ് എനിക്കായി ഒരുക്കുന്നതായ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണും എന്നുള്ളതായ ഒരു ഉറപ്പ് ലഭിക്കുവാൻ തക്കവണ്ണം സാധ്യമാണോ? യോഹന്നാൻ പറയുകയാണ്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഞാൻ ഒരുപക്ഷെ ഈ വാക്യത്തിൽ നിന്ന് സംസാരിക്കുകയാണ് എങ്കിൽ ഇന്ന് ഈ വാക്യം മാത്രമേ നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. കാരണം അത്രയും മനോഹരമായ വാക്യമാണ്. അതിൻ്റെ അവസാനത്തെ ഭാഗം പറയുന്നത് 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി. അത് എങ്ങനെ ഒഴിഞ്ഞു പോകും? നമുക്ക് ശൂന്യത ഉണ്ടാക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. എന്തെങ്കിലും ഉള്ള വസ്തുവിനെ വേറെ എന്തെങ്കിലും രൂപത്തിലാക്കുവാനേ കഴിയുകയുള്ളൂ. ഇതാ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഇത്രയും ഭീമാകാരമായിരിക്കുന്നതായ ആകാശവും ഭൂമിയും ഇതാ ദൈവസന്നിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോയി. അതെവിടേക്ക് പോയി, എങ്ങോട്ട് പോയി, ആർക്കും അറിയുകയില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം പറയുകയാണ്, സമുദ്രവും ഇനി ഉണ്ടാകുകയില്ല. സമുദ്രം ഇനി ഉണ്ടാകുകയില്ല. നാം ഏവരും ഇഷ്ടപ്പെടുന്നതായ ഒരു സംഗതിയാണ് സമുദ്രം. കുഞ്ഞുങ്ങളായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും സമുദ്രത്തിൽ പോയി കളിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്, വളരെ നല്ല ഒരു അനുഭൂതിയാണ്. എന്നാൽ യോഹന്നാൻ പറയുകയാണ്, സമുദ്രം ഇനി ഉണ്ടാകുകയില്ല. എന്തുകൊണ്ടായിരിക്കാം യോഹന്നാൻ സമുദ്രം ഇനി ഉണ്ടാകുകയില്ല എന്ന് പറയുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നത്, സമുദ്രമാണ് പല രാജ്യങ്ങളെയും തമ്മിൽ വേർതിരിച്ച് നിർത്തുന്നത്. ആയതുകൊണ്ട് ഇനി അങ്ങനെയുള്ളതായ വേർതിരിവ് ഉണ്ടാകുകയില്ല. ഇന്ത്യക്കാരനെന്നോ ആഫ്രിക്കക്കാരനെന്നോ അമേരിക്കക്കാരനെന്നോ ഉള്ളതായ വേർതിരിവ് ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇതാ ദൈവമക്കൾ ഒരുമിച്ച് വസിക്കുന്നു. ആഫ്രിക്കക്കാരനായിരുന്നാലും അമേരിക്കക്കാരനായിരുന്നാലും കേരളക്കാരനായിരുന്നാലും തമിഴ്നാടുകാരനായിരുന്നാലും ആരായിരുന്നാലും ഇതാ ഒരുമിച്ച് അവർ ദൈവമക്കൾ എന്ന ഒരു നാമം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവരുടെ നെറ്റിമേലോ കുഞ്ഞാടിൻ്റെ നാമം എഴുതപ്പെട്ട് കാണുകയും ചെയ്യും. എല്ലാവരുടെയും നെറ്റിയിൽ ഒരു പേര് മാത്രമേ എഴുതപ്പെട്ട് കാണുകയുള്ളൂ. അത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പേര് ആയിരിക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, സമുദ്രം ഇനി ഉണ്ടാകുകയില്ല. പത്മോസ് ദ്വീപിലായിരിക്കുന്നതായ യോഹന്നാൻ തന്നെ നാട് കടത്തുവാൻ തക്കവണ്ണം കാരണമായിത്തീരുന്നത് ഏജിയൻ കടൽപ്പുറത്തിനപ്പുറത്തുള്ളതായ ആ ചെറു ദ്വീപിൽ, പത്മോസ് എന്ന് പറയുന്നതായ ഏകദേശം 9 മൈലുകൾ മാത്രം വിസ്തൃതിയുള്ളതായ ചെറിയൊരു ദ്വീപിൽ നാട് കടത്തപ്പെട്ടപ്പോൾ യോഹന്നാൻ ഉണ്ടായതായ ഒറ്റപ്പെടൽ,
ദൈവമക്കളുമായുള്ളതായ സമ്പർക്കമില്ലായ്മ യോഹന്നാനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. യോഹന്നാൻ പറയുകയാണ്, ഇനി ഇങ്ങനെയുള്ളതായ ദ്വീപുകൾ കാണുകയില്ല, ഇനി ഇങ്ങനെ ഏകാന്തത ഉണ്ടാവുകയില്ല, ഒറ്റപ്പെടലുകൾ ഉണ്ടാവുകയില്ല. അതിൻ്റെ രണ്ടാമത്തെ വാക്യം പറയുന്നത് 21-ന്റെ രണ്ടാമത്തെ വാക്യം പറയുന്നത്, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, അത് ദൈവസന്നിധിയിൽ നിന്നു തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നതും ഞാൻ കണ്ടു. എന്തൊരു ഭാഗ്യമായ അവസ്ഥ! ദൈവത്തിൻ്റെ വചനം പറയുന്നത്, യോഹന്നാൻ ഇങ്ങനെ ദർശനത്തിൽ ആയിരുന്നപ്പോൾ ഇതാ സ്വർഗത്തിൽ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ വലിയ പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരൂശലേം എന്നതായ ആ വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതായി ഞാൻ കണ്ടു. എത്ര മനോഹരം! വേദപുസ്തകത്തിൽ താഴോട്ടുള്ളതായ വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വീതി, അതിൻ്റെ നീളം, അതിൻ്റെ നിർമ്മിതി, അത് ആരാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, എന്തിനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ വളരെ വിശദമായി പറയുന്നു. അതിന് 12 ഗോപുരങ്ങളുണ്ട്, അത് സമചതുരമായിരിക്കും, അതിൽ 12 ഗോത്രക്കാർ ഉണ്ടാകും, അതിൽ ഞാനും ഉണ്ടാകും, അന്ന് നീയും ഉണ്ടാകും, അന്ന് അബ്രഹാം ഉണ്ടാകും, ഇസഹാക്ക് ഉണ്ടാകും, അന്ന് ഞാനുണ്ടാകും, എൻ്റെ പാസ്റ്റർ ഉണ്ടാകും, ഞാനുണ്ടാകും, എൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകും. ഈ പ്രത്യാശയുള്ളതായ മനുഷ്യർ ഭാഗ്യവാൻ എന്ന് ഞാൻ കരുതുന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, വേദപുസ്തകം പറയുന്നത്, യോഹന്നാൻ സ്വർഗത്തിലുള്ളതായ ആ വിശുദ്ധ നഗരം, ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യർക്കായി ഒരുക്കിയിരിക്കുന്നതായ പുതിയ യെരൂശലേം എന്ന ദൈവത്തിൻ്റെ മണവാട്ടിയെ ഇതാ ഭൂമിയിലേക്ക് സ്ഥാപിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. രണ്ടാമത്തെ മരണം കഴിഞ്ഞതിന് ശേഷം, ദുഷ്ടന്മാരെ നശിപ്പിച്ചതിന് ശേഷം, ഇതാ ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മനുഷ്യർക്കായി നിർമ്മിക്കപ്പെട്ട് ഇതാ ഒരുക്കി വരുന്നതായ ഒരു പുതിയ യെരൂശലേം, ഒരു പുതിയ ഭൂമി ഇതാ താഴേക്ക് ഇറങ്ങി വരികയാണ്. 21-ാം അധ്യായം 3-ാം വാക്യം പറയുന്നത്, സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്. സിംഹാസനത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അവരുടെ ദൈവം സ്വർഗത്തിലെ ദൈവമായിരിക്കും, ആ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ജനമായിരിക്കും ഈ യെരൂശലേമിൽ വസിക്കുന്നതായ മനുഷ്യർ. ഇത് മനുഷ്യരോട് കൂടെ ദൈവം വസിക്കുവാൻ തക്കവണ്ണം വരികയാണ്. നാം പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യം പരിശോധിക്കുകയാണ് എങ്കിൽ അവിടെ മോശയോട് ദൈവം പറയുകയാണ്, ലെറ്റ് ദം മേക്ക് മീ എ സാങ്ച്വറി ദാറ്റ് ഐ മേ ഡ്വെൽ എമംഗ് ദം. അവർ എനിക്ക് ഒരു കൂടാരം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ നടുവിൽ വസിക്കും എന്ന് മോശയോട് ദൈവം പറഞ്ഞു. എന്നാൽ ഇതാ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം യോഹന്നാന് കാണിച്ചു കൊടുക്കുകയാണ്, ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് ഞാൻ ഇതാ ഒരു പുതിയ യെരൂശലേമുമായി ജനങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും, ദൈവം അവരോട് കൂടെ ഇരിക്കും. നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നവൻ, ഇമ്മാനുവേലായ ദൈവം, നമ്മുടെ യാതനകളും കഷ്ടതകളുമൊക്കെയും അറിഞ്ഞതായ ദൈവം, നമ്മുടെ പാപങ്ങളെ പരിഹരിച്ചതായ ദൈവം, നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് ഇതാ പുതിയ യെരൂശലേമിൽ ആക്കിയതായ ദൈവം, നമ്മുടെ ഭാവിയെയും നമ്മുടെ ഭൂതത്തെയും നമ്മുടെ ഈ പ്രസൻറ്റിനെയും അറിയുന്നതായ ഒരു ദൈവം നമ്മുടെ കൂടെ വസിക്കുവാൻ തക്കവണ്ണം വരികയാണ്. എത്ര മനോഹരമായ കാഴ്ച, എത്ര മനോഹരമായ അവസ്ഥയായിരിക്കും ആ അവസ്ഥ. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇതാ അതിൻ്റെ 4-ാം വാക്യം, 21-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം പറയുന്നത്, ഞാൻ അവരുടെ കണ്ണുനീർ എല്ലാം തുടച്ച് കളയും. ഞാൻ അവരുടെ കണ്ണുനീരെല്ലാം തുടച്ച് കളയും. എന്തുകൊണ്ടാണ് കണ്ണുനീര്? ഇന്ന് നമുക്ക് കണ്ണുനീരുള്ളത്, നമുക്ക് ദുഃഖമുണ്ട്, മരണമുണ്ട്, രോഗമുണ്ട്, പ്രയാസമുണ്ട്, ഇല്ലായ്മയുണ്ട്, ദാരിദ്ര്യമുണ്ട്, അസൂയയുണ്ട്, പിണക്കമുണ്ട്, ദേഷ്യമുണ്ട്, പകയുണ്ട്. ഇതൊക്കെയും വെച്ചുകൊണ്ടാണ് നമുക്ക് കണ്ണുനീരൊക്കെ വരുന്നത്. നാം ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. നമ്മുടെ ആഗ്രഹപ്രകാരമല്ല ലോകത്തിൽ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ ഭാര്യ പ്രവർത്തിക്കുന്നില്ല, ഭാര്യ ഇഷ്ടപ്പെടുന്നത് പോലെ ഭർത്താവ് സംസാരിക്കുന്നില്ല, ഭർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ഭാര്യ എന്നോട് ഇണങ്ങുന്നില്ല. കണ്ണുനീരുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ദീർഘകാലം എനിക്ക് ജീവിക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. എൻ്റെ ആരോഗ്യം ഞാൻ ഇഷ്ടപ്പെടാത്തതായ തരത്തിൽ ഇതാ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു.
എനിക്ക് പ്രയാസമുണ്ട്, എനിക്ക് നടക്കാൻ കഴിയുന്നില്ല, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, എനിക്ക് കാണാൻ കഴിയുന്നില്ല, എനിക്ക് കേൾക്കാൻ തക്കവണ്ണം കഴിയുന്നില്ല, ധാരാളം പ്രശ്നങ്ങൾ. ഇതാ വേദപുസ്തകം പറയുകയാണ്, അവൻ അവരുടെ കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. എന്തൊക്കെ കാരണത്താൽ നിങ്ങൾ കണ്ണുനീർ അണിഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണോ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായിട്ടുള്ളത്, വേദപുസ്തകം പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ കണ്ണിൽ നിന്ന് എല്ലാ കണ്ണുനീരും തുടച്ചു കളയും. ഇനി നിങ്ങളുടെ കണ്ണിൽ കണ്ണുനീരിൻ്റെ ആവശ്യമില്ല. കണ്ണിന് കാണാത്തതായ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വിഷമം വരുത്തുന്നതായ, ബാഹ്യമായി നിങ്ങൾക്ക് വേദന വരുത്തുന്നതായ, ആന്തരികമായി നിങ്ങൾക്ക് വിഷമം വരുത്തുന്നതായ ഒന്നും തന്നെ ആ സ്വർഗരാജ്യത്ത് കാണുകയില്ല. വേദപുസ്തകം പറയുന്നത്, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം പറയുന്നത്, ഇനി മരണം ഉണ്ടാകുകയില്ല. എത്ര മനോഹരമായ അവസ്ഥ! മരണമില്ലാത്തതായ ഒരു അവസ്ഥ. മനുഷ്യൻ പണ്ട് പാപം ചെയ്തപ്പോൾ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് ആ നടുക്ക് നിന്നതായ ജീവൻ്റെ വൃക്ഷം എടുത്തു മാറ്റിക്കളഞ്ഞിരുന്നു. കാരണം അവൻ പാപം ചെയ്തതിന് ശേഷം ആ മരത്തിൽ നിന്ന് ഭക്ഷിച്ച് അവൻ പാപിയായി നിത്യമായി ജീവിക്കാതിരിക്കേണ്ടതിന് ആ വൃക്ഷം എടുത്തു മാറ്റി. എന്നാൽ ഇപ്പോൾ കർത്താവ് പറയുകയാണ്, ഇനി മരണം ഉണ്ടാകുകയില്ല. മരണം എന്നതായ പ്രക്രിയയേ ഇല്ല. കാരണം വേദപുസ്തകത്തിൽ നേരത്തെ തന്നെ പറയുന്നത്, രണ്ടാമത്തെ മരണം കഴിഞ്ഞു. മരണത്തെയും അതിൻ്റെ വിഷമുള്ളിനെയും ദൈവം നീക്കിക്കളഞ്ഞു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടു, അതിനെ നശിപ്പിച്ച് കളഞ്ഞു. ഇനി ഉണ്ടാകുകയില്ല. നിത്യമരണം എന്ന് പറയുന്നത് ഒരു സംഗതി ഇനി ഉണ്ടാകുകയില്ല. അത് നശിച്ചു, അത് തീർന്നു, അതിനി ഇല്ല. ഇതാ വേദപുസ്തകം പറയുന്നു, ഇനി മരണമേ ഉണ്ടാകുകയില്ല. അതായത് വിശുദ്ധന്മാർ ജീവിച്ചിരിക്കുന്നതായ സമയത്ത് ദുഷ്ടന്മാർ മരിക്കുകയില്ല. ഇവിടെ മരണമുണ്ടാകുകയില്ല. പുതിയ യെരൂശലേം ഭൂമിയിൽ സ്ഥാപിതമായതിനു ശേഷം ആരും മരിക്കുകയില്ല. അത് നരകമില്ല, നരകം അവിടെ ഇല്ല, നരകത്തിൽ മരണമില്ല, നരകമെന്നതായ സ്ഥലമേ അന്ന് ഉണ്ടാകുകയില്ല. കാരണം യെരൂശലേം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ദൈവത്തിൻ്റെ ജനത്തിന് വസിക്കാനുള്ളതായ സ്ഥലം, വിശുദ്ധ നഗരം, അതുമാത്രമാണ് ഭൂമിയിൽ നിലനിർത്തുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇനി മരണമുണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. മരണമില്ലാത്തത് കൊണ്ട് തന്നെ മുറവിളി ഇല്ല. മരണം ഇനിയില്ല, അതുകൊണ്ട് എനിക്ക് കഷ്ടതയുമില്ല, എനിക്ക് രോഗമില്ല, മരണവുമില്ല, എനിക്ക് പ്രയാസവുമില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. ഇതാ ഈ ലോകവും അതിൻ്റെ മോഹവും അതിൻ്റെ ആണിയോടുകൂടെ വേരോടുകൂടെ ഇതാ അഴിഞ്ഞുപോയി എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് അതിൻ്റെ രാഗാദി മോഹങ്ങളോടുകൂടെ അഴിഞ്ഞു പോയിരിക്കുന്നുവെന്നാണ്. അതിൻ്റെ ചിന്തയോ അതിൻ്റെ പ്രവർത്തനമോ അതിൻ്റെ ഏതെങ്കിലും ഒരു തിക്തമായ അനുഭവം ഈ ഭൂമിയിൽ ശേഷിപ്പിക്കാതെ അത് മൊത്തമായി അഴിഞ്ഞു പോയിരിക്കുന്നുവെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ! അവൻ സകലവും പുതുതാക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ സകലവും പുതിയത് ആക്കുന്നു. ഇനി നമുക്ക് പഴയ വീടല്ല, പഴയ വസ്ത്രമല്ല, പഴയ ശരീരമല്ല, പഴയ ജീവനല്ല, എല്ലാം കർത്താവ് പുതുതായിട്ട് നൽകുകയാണ്. പാപസംബന്ധമായി ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു, അവൻ ഇനി മരിക്കേണ്ടതായ ആവശ്യമില്ല. അവൻ്റെ ജീവിതത്തിൽ അവൻ മരണം ഇനി കാണുകയില്ല. വേദപുസ്തകം പറയുന്നത് ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. നാം കാണുന്നതായ പാപസംബന്ധമായ എല്ലാ കാര്യാദികളും നശിച്ചുപോയി എന്ന തിരുവചനം പറയുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം എന്നെയും നിന്നെയും ഓർപ്പിക്കുന്നത് ഇതാ നമുക്ക് നല്ല ഒരു ഭാവി നമ്മുടെ ദൈവം നമുക്കായി കരുതിയിരിക്കുകയാണ്. നല്ല ഒരു ഭാവി കാലം ദൈവം നമുക്കായി വിഭാവനം ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷെ എനിക്ക് വേണ്ടി കരുതിയാൽ എനിക്ക് നാളത്തേക്ക് വേണ്ടി മാത്രമേ കരുതാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ജീവിതകാലത്തേക്കുള്ളതായ കാര്യാദികൾ മാത്രമേ കരുതുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. എന്നാൽ എൻ്റെ കർത്താവ് എനിക്കും നിനക്കും വേണ്ടി നമ്മുടെ യുഗായുഗമായ കാലഘട്ടത്തേക്ക് ആവശ്യമായുള്ള എല്ലാ കാര്യങ്ങളും ഇതാ പുതിയ യെരൂശലേമിൽ കരുതിയിട്ടുണ്ട്. കർത്താവ് പറയുകയാണ്, ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളി ചെയ്യുന്നു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. ഇത് വിശ്വാസയോഗ്യമാണ്, ഇത് സത്യവും ആണ്, ഇതിൽ അസത്യമില്ല, വിശ്വസിക്കുവാൻ യോഗ്യതയുള്ളതായ കാര്യമാണ്. ഒരു മനുഷ്യന് അവൻ്റെ ഈ ലോകത്തിലുള്ളതായ വാസം കൊണ്ട് അവൻ ഈ ലോകത്തെ മുഴുവനും നേടിയാലും അവൻ്റെ ജീവനെ രക്ഷിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞില്ല എങ്കിൽ അവൻ്റെ നേട്ടം കൊണ്ട് എന്ത് പ്രയോജനം? കർത്താവ് ചോദിച്ചു. എന്നാൽ ഒരു മനുഷ്യൻ നിത്യജീവന് വേണ്ടി അവൻ ഈ ലോകത്തിലുള്ളതായ ജീവൻ വെടിഞ്ഞാൽ അവന് എന്ത് നേട്ടം? കാരണം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അവന് നിത്യമായി ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കും.
പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവത്തിൻ്റെ വചനം പറയുന്നത് കർത്താവ് ഇതാ വേഗം വരുന്നു. എനിക്കും നിനക്കും വേണ്ടി കർത്താവ് തൻ്റെ പുതിയ ഭവനവുമായി, കർത്താവ് നമുക്കായി ഒരുക്കാൻ പോയതായ ഭവനവുമായി ഇതാ വേഗം വരികയാണ്. അവിടെ ആദം, ഹവ്വ, തൻ്റെ മക്കൾ, അബ്രഹാം തൻ്റെ മക്കൾ, മോശ, തൻ്റെ ഇസ്രായേൽ ജനങ്ങൾ, ഇതാ നമ്മുടെ പൂർവികന്മാർ, നമ്മെ വിശ്വാസത്തിലേക്ക് നയിച്ചതായ വിശ്വാസവീരന്മാർ, ഇവരെല്ലാവരും കാണുന്നതായ ഒരു ഭവനമുണ്ടാകും. ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതായ എൻ്റെ മാതാപിതാക്കൾ, എന്നേക്കാൾ മുൻപേ മരിച്ചു പോയതായ എൻ്റെ കുഞ്ഞുങ്ങൾ, ഇവരെല്ലാവരെയും നമുക്ക് മുഖാമുഖമായി കാണുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിക്കും. അപ്പോൾ നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ പോകുവാൻ തക്കവണ്ണം സാധിക്കും. നമുക്ക് അവരെ തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കും. നാം അവരെ കണ്ട് സന്തോഷിക്കും. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നതായ ആ പുതിയ ഭവനത്തിൽ വേദപുസ്തകം പറയുന്നത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഭവനങ്ങൾ ആയിരിക്കും അന്ന്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് 21-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം പറയുന്നത്, പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരിൽ നിന്ന് ഞാൻ സൗജന്യമായി കൊടുക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ സഹോദര, സഹോദരി, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദാഹിക്കുന്നവന് ഞാൻ സൗജന്യമായി കൊടുക്കും. അതും വെറുതെ കൊടുക്കും, സൗജന്യമായി, സമൃദ്ധിയായി കൊടുക്കും. ശമര്യക്കാരി സ്ത്രീയോട് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ ആര് എന്നും അവൻ എങ്ങനെയുള്ളവനെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും സൗജന്യമായി ജീവൻ്റെ ജലം നീ പ്രാപിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, യജമാനനെ, ഞാൻ ഇവിടം വരെ കോരാൻ വരാതിരിക്കേണ്ടതിന് ഞാൻ ഇനി എന്നും കപ്പിയും തൊട്ടിയും എടുത്തുകൊണ്ട് ഈ കിണറ്റിൻ്റെ കരയിൽ വരാതിരിക്കേണ്ടതിന് നീ എനിക്ക് ആ ജീവജലം തരണമേ എന്ന് പറഞ്ഞു. കർത്താവ് പറയുകയാണ്, നീ നിൻ്റെ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് നീ എൻ്റെ അടുക്കിലേക്ക് വരിക, ആ ജീവൻ്റെ ജലം ഞാൻ നിനക്ക് സൗജന്യമായി തരാം. ഇന്ന് പകൽക്കാലം കർത്താവെ, പ്രിയ ദൈവമക്കളെ, നിൻ്റെ പാപങ്ങളെ ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ തക്കവണ്ണം നിനക്ക് മനസ്സ് ഉണ്ടോ? കർത്താവ് പറയുകയാണ്, ദാഹിക്കുന്നവന് ഞാൻ ജീവ നീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ദാഹിക്കുന്നവന് ഞാൻ ജീവ നീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. പ്രിയ സഹോദര, സഹോദരി, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദാഹിക്കുന്ന ഏവനും സൗജന്യമായി നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പക്കൽ ജീവ നീരുറവ ഉണ്ട്. അത് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് തന്നെ പൊട്ടി പുറപ്പെടുന്നതായ ജീവജല നദി ഉണ്ട്. ഏദൻ തോട്ടത്തിൽ ദൈവം ആദ്യം സ്ഥാപിച്ചതായ ആ നദി പൊട്ടിപ്പുറപ്പെട്ട് സകല ജീവജാലങ്ങളെയും നനച്ചിരുന്നതുപോലെ ഇതാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായ പുതിയ യെരൂശലേമിൽ ഒരു നദി ഉണ്ടാകും. അത് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് തന്നെ പൊട്ടി പുറപ്പെടുന്നതായ ഒരു ജീവജല നദിയായിരിക്കും. ആ ജീവജല നദിയിൽ നിന്ന് നമുക്ക് സൗജന്യമായി കുടിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ജീവൻ സമൃദ്ധിയായി നമുക്ക് ലഭിക്കും. മാത്രമല്ല, വേദപുസ്തകം പറയുന്നത് 12 മാസവും ഓരോ തരം ഫലം കായ്ക്കുന്നതായ ജീവവൃക്ഷം അവിടെ ഉണ്ടാകും. ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവപരദീസയിലേക്ക് എടുക്കപ്പെട്ടതായ ആ ജീവവൃക്ഷം ഇതാ പുതിയ യെരൂശലേമിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. നദിയുടെ ഇരുകരകളിലുമായി ആ ജീവവൃക്ഷം ഉണ്ടാകും. ആ ജീവവൃക്ഷത്തിൻ്റെ ഫലമോ നമുക്ക് ആവോളം ഭക്ഷിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതിൻ്റെ ഇലയോ ജാതികളുടെ രോഗശമനത്തിനായി ഉതകും എന്ന് തിരുവചനം പ്രസ്താവിക്കുന്നു. സഹോദരി എലൻ ജി വൈറ്റ്, ലോക പ്രശസ്ത എഴുത്തുകാരി, ഇപ്രകാരം പറയുന്നു, ഈ ജാതികളുടെ രോഗശമനം എന്നതോ നാം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീര ന്യൂനതകൾ, അതായത് നമ്മുടെ ഉയരക്കുറവ്, നമ്മുടെ ഭംഗിക്കുറവ്, ഇതൊക്കെയും ഉണ്ടാകും. എന്നാൽ നാം സ്വർഗത്തിൽ എത്തി ഈ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചു കഴിയുമ്പോഴോ നമ്മുടെ ഈ ന്യൂനതകളൊക്കെയും ഇല്ലാതെയാകുമെന്ന് പറയപ്പെടുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ മക്കളെ, സ്വർഗത്തിൽ രോഗമോ ദുഃഖമോ മരണമോ ന്യൂനതകളോ ഒന്നും ഉണ്ടാകുകയില്ല. എന്നാൽ നമ്മുടെ ന്യൂനതകൾ പോക്കുവാൻ തക്കവണ്ണം, അത് ഇല്ലാതാക്കുവാൻ തക്കവണ്ണം ആ ജീവവൃക്ഷത്തിൻ്റെ ഇല ഉതകും എന്ന് തിരുവചനം പറയുന്നു. ഇന്ന് ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇതാ സ്വർഗത്തിൽ നിന്ന് ഒരു പുതിയ യെരൂശലേം കടന്നു വരുന്നു. ആ പുതിയ യെരൂശലേം സ്വായത്തമാക്കുവാൻ തക്കവണ്ണം, ആ പുതിയ യെരൂശലേം കരഗതമാക്കുവാൻ തക്കവണ്ണം നാം നിർബന്ധത്തോടെ മനഃപൂർവ്വമായിട്ട് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നത്
വെളിപ്പാട് പുസ്തകം 21 അധ്യായം 7 വാക്യം പറയുന്നത്, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. എത്ര വിലയേറിയ ഒരു ഭാഗ്യം! വേദപുസ്തകം പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ ആ പുതിയ യെരൂശലേം അവകാശമായിട്ട് കൊടുക്കും. അത് നമുക്ക് സൗജന്യമായി തരും എന്നല്ല വേദപുസ്തകം പറയുന്നത്, അത് നമ്മുടെ അവകാശം ആയിരിക്കും. അത് ജയിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവകാശമായി എഴുതി തരികയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, മാത്രമല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. വെറുതെ ഒരു കോമൺ യൂസേജ് അല്ല, അവിടെ എല്ലാ ജനമായിരിക്കുമെന്നല്ല പറയുന്നത്, ഓരോരുത്തരും ദൈവത്തിൻ്റെ മകനും മകളും ആയിരിക്കും. ഇന്ന് ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടുവല്ലോ. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇതാ കർത്താവിൽ വിശ്വസിച്ച്, കർത്താവിൽ മരിച്ച്, കർത്താവിൽ ഉയർത്തെഴുന്നേറ്റ്, കർത്താവിൽ രൂപാന്തരപ്പെട്ട്, രണ്ടാം മരണത്തിന് പങ്കില്ലാതെ ഒന്നാം പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേറ്റതായ ദൈവമക്കൾക്കായി സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിരിക്കുന്നതായ പുതിയ യെരൂശലേം ഇതാ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. 1000 ആണ്ടിൻ്റെ അവസാനത്തിൽ ഈ പുതിയ യെരൂശലേം ഭൂമിയിൽ സ്ഥാപിതമാകുമ്പോൾ അവിടെ വിശുദ്ധന്മാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ പാപമോ പാപത്തിൻ്റെ ഓർമ്മയോ ഉണ്ടാകുകയില്ല. വേദപുസ്തകം പറയുന്നത്, പാപവും അതിൻ്റെ രാഗാതിമോഹങ്ങളും ഒഴിഞ്ഞു പോയിരിക്കും, അവൻ സകലവും പുതിയത് ആക്കിയിരിക്കുന്നു. പാപമോ അതിൻ്റെ ഓർമ്മയോ രണ്ടാം വട്ടം പൊങ്ങി വരികയില്ല എന്ന് പ്രവാചകൻ പുസ്തകത്തിൽ പറയുന്നു. ഇന്ന് ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഈ പുതിയ യെരൂശലേമിലേക്ക് കടക്കുവാൻ, ഈ പുതിയ യെരൂശലേം അവകാശമായി ലഭിക്കുവാൻ ഞാനും നിങ്ങളും എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പ്രമാണിക്കുക, എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. അങ്ങനെ നിങ്ങൾ ദൈവഹിതപ്രകാരം എന്നെ അനുസരിക്കുകയും എന്നെ സ്നേഹിക്കുന്നവരായി തീരുകയും ചെയ്യും. ദൈവത്തെ സ്നേഹിക്കുന്നവരോ അവർക്കായി ദൈവം കരുതിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും മനസ്സിൽ തോന്നിയിട്ടുമില്ല. ഇന്ന് ഈ സമയത്ത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുക. കർത്താവ് വേഗം വരുന്നു. ആ പുതിയ യെരൂശലേമിൽ കടക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനത്തിനുമായി ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഇന്ന് ഈ സമയം തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നതായ ആ സ്വർഗീയ ഭവനത്തിൽ കടക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങളുടേതായ കഷ്ടതകളും പ്രയാസങ്ങളും മറന്നുകൊണ്ട് നിൻ്റെ വരവിനായി ഞങ്ങൾ ലക്ഷ്യം വെച്ച് സ്ഥിരതയോടെ ഓടുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, കാരുണ്യമായി ഞങ്ങളെ ചേർക്കുവാൻ വരുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്നുള്ളതായ ഇമ്പസ്വരം കേൾക്കുവാൻ അടിയനെയും അങ്ങയുടെ വചനം കേട്ടതായ പ്രിയമക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഉത്തരമരുളുമാറാകണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ടുവല്ലോ. ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതിയുടെ ഏറ്റവും ഒടുവിലായി ഇതാ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുതിയ യെരൂശലേമുമായി ഭൂമിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം പോവുകയാണ്. രക്ഷയിൽ പ്രവേശിക്കേണ്ടതിന് നിങ്ങൾ ഇനിയും കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ അഡ്രസ്സുമായി ബന്ധപ്പെടാം. നിങ്ങൾ സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളോട് അറിയിക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ രക്ഷയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് വീണ്ടും വന്ന് നമ്മെ ചേർക്കുവോളം കർത്താവ് വിശ്വസ്തരായി നിങ്ങളെ നിലകൊള്ളുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.